ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വലിയ നോമ്പിൻ്റെ ഊഷ്മളതയാർന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, വലിയ ആഴ്ചയിലേക്ക് പ്രാർത്ഥനയുടെ, അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഹൃദയമൊരുക്കി നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൻ്റെ സ്നേഹ കവാടമെന്ന പോലെ ഓശാനയുടെ ഓർമ്മകൾ നമുക്കറിയാം. ബാല്യം മുതൽ നമ്മുടെ ഹൃദയത്തിൽ പച്ചപിടിച്ച് നിൽക്കുന്ന ഓർമ്മ തളിരുകളാണ് ഒലിവില ചില്ലകൾ കയ്യിലേന്തിയ ആ ഓർമ്മക്കുറിപ്പുകൾ. ഇന്നും നമ്മൾ ഓശാന ദിനം കൊണ്ടാടുമ്പോൾ ആയതിലേക്ക് ആ ഓർസലേം നാഥൻ ഓശാന പാടിക്കൊണ്ട് നമുക്കും ഹൃദയമൊരുക്കാം. നമ്മുടെ അധരങ്ങളും ഹൃദയങ്ങളും ദൈവത്തിനായി ഒരുക്കി നമ്മൾ ഒത്തുചേരുകയാണ് ഓശാന പാടുവാൻ. പ്രാർത്ഥന നിർവാർന്ന മനസ്സോടെ നമ്മളെല്ലാം താളമേളങ്ങളോടെ ആ ഓശാനയുടെ ഓർമ്മകൾ കൊണ്ടാടുന്നു. പ്രത്യേകമായി ഈ ഒത്തുചേരലിൽ നമുക്ക് സ്നേഹ സന്ദേശം പകരുവാനും നമ്മോടൊപ്പമായിരിക്കുവാനും CMI സംഭാഗമായ സ്നേഹധനനായ സിൻഡോ ആലെങ്കിലച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛ, സ്നേഹപൂർവം ഈ സ്നേഹ ഗായക സംഘ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. അച്ഛന് ഈ ഓശാന തിരുനാളിന് എല്ലാ ഹൃദയങ്ങളോടും പങ്കുവയ്ക്കുവാൻ ഓശാനയുടെ ഓർമ്മകളും സ്നേഹ സന്ദേശവുമുണ്ട്. ഒന്ന് പങ്കുവയ്ക്കുന്നത് ഒത്തിരി സന്തോഷദായകമാണ്. ഓശാനയെക്കുറിച്ച് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മകളിൽ കിടക്കുന്നത് കുരുത്തോലകളും അതുപോലെ തന്നെ ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഓശാന പാടിയ ആ ജെറുസലേം നിവാസികളുടെ സ്തുതിഗീതങ്ങളുമാണല്ലോ. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഓരോരുത്തരുടെയും ചെറുപ്പകാലം മുതലുള്ള ആത്മീയ അനുഭവമായി മാറിയത് നമ്മുടെ ഇടവക പള്ളികളിലെ ഓശാന ആചരണത്തോടു കൂടി തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ബാല്യകാലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കരിമണ്ണൂർ ഇടവക ദേവാലയത്തിൽ ഓശാന ആചരണങ്ങളിൽ പങ്കെടുത്തത് ഏറ്റവും ഹൃദയസ്പർശിയായ അനുഭവങ്ങളായി നിലനിൽക്കുന്നുണ്ട്. പള്ളിയിൽ രാവിലെ തന്നെ എത്തുകയും അൾത്താരബാലനായതുകൊണ്ട് കുർബാനയ്ക്ക് കൂടാനുള്ള താല്പര്യത്തോടു കൂടി അവിടെ എത്തുകയും വികാരിയച്ഛന്മാരോടും മറ്റ് വൈദികരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ കർമ്മങ്ങളെ സാഗൂതം വീക്ഷിക്കുകയും ഇതിൻ്റെ പലതിൻ്റെയും പൊരുളുകൾ അവർ പറയുന്ന വചന വ്യാഖ്യാനങ്ങളിലൂടെ തിരിച്ചറിയുകയും ഒക്കെ ചെയ്ത ബാല്യകാലം എനിക്കുമുണ്ട്. പ്രത്യേകിച്ചും പള്ളിയുടെ പുറത്ത് കുരിശടിയിൽ ഓല വെഞ്ചരിച്ച് ഓല വിതരണം ചെയ്ത് ആ ഓലയുമായി പ്രദക്ഷിണം ചെയ്ത് നമ്മൾ ആനവാതിൽക്കലെത്തി പള്ളി മുട്ടിത്തുറന്ന് പള്ളിയിലേക്ക് കയറുകയും മറ്റ് തിരുക്കർമ്മങ്ങൾ പരിശുദ്ധ കുർബാന അവിടെ അർപ്പിക്കുകയും ചെയ്യുന്ന ഓർമ്മകളുണ്ടല്ലോ. അതിലെനിക്ക് ഹൃദയസ്പർശിയായി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഈ ഓല വെഞ്ചരിച്ച ഓലയുടെ പ്രാധാന്യത്തെപ്പറ്റി ബഹുമാനപ്പെട്ട വൈദികർ നമ്മളോട് പറഞ്ഞു തരും. അൾത്താരബാലന്മാരായതുകൊണ്ട് തന്നെ കപ്പ്യാരി ചേട്ടൻ ഒരു കെട്ട് ഓലയെടുത്ത് കയ്യിൽ തരും. ഈ ഓലയുമായി വികാരിയച്ഛൻ്റെ സമീപത്ത് നിലയുറപ്പിക്കുകയും അച്ഛൻ്റെ കയ്യിലെ ഓല തീർന്നു പോകുമ്പോൾ അത് ഭയഭക്തി ആദരപൂർവം അച്ഛൻ്റെ കയ്യിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരോർമ്മ, അത് ഒത്തിരിയേറെ ഒരു ആത്മീയ സന്തോഷം പകർന്നതാണ്. ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാമെന്ന് തോന്നുന്നു, വൈദിക ജീവിതത്തിലേക്കൊക്കെ കടന്നു വരാനും ഈ വൈദിക ജീവിതത്തിൻ്റെ ശുശ്രൂഷകൾ ദൈവജനത്തിലേക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു തുടക്കമെന്നവണ്ണം കർത്താവ് ഒരുക്കി തന്ന ആത്മീയ അനുഭവങ്ങളായി അതിനെ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. അതേ പ്രിയമുള്ളവരെ, ഒരച്ഛൻ്റെ അനുഭവം, ആ അനുഭവം ഓരോ ഹൃദയങ്ങൾക്കുമുണ്ട്. ഓശാന ഞായറിനെ കുറിച്ച് പറയുമ്പോൾ നനുത്ത അനുഭവങ്ങളായി
അച്ഛാ, ഓരോ ഹൃദയങ്ങളും അത് അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ആ ഓർമ്മയുടെ നിറവിൽ നിന്നുകൊണ്ട് ഒരു ഗാനം, ആ ഓശാന ഗീതികൾ നമ്മുടെ ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രകീർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ആ ഗാന വിരുന്നിലേക്ക് ഹൃദയം ചേർക്കാം. കർത്താവിനായി ഓശാന പാടുന്ന ആ ജീവിതത്തിലേക്ക്, ഓർമ്മകളിലേക്ക്, തുടർന്നുള്ള പ്രയാണത്തിലേക്ക്. Hosanna, Hosanna, Raja, Hosanna, Hosanna, Raja, Hosanna, Hosanna, Raja, Hosanna, Hosanna, Raja, Parishuddhan, 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 കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, ഉന്നതവീഥിയിൽ ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന, 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 ഹോശാന.
ഹോശാന ഹോശാന. സ്നേഹമുള്ളവരെ, നമ്മൾ ശ്രവിക്കുകയായിരുന്നു അന്ന് ദാവീദിൻ്റെ പുത്രന് ഓശാന പാടിയതുപോലെ ഇന്നും ഓരോ ബലിവേദിക്കരികിൽ നിൽക്കുമ്പോഴും നല്ല ദൈവത്തിന് സ്തുതിഗീതം പാടി മഹത്വം നൽകി നമ്മുടെ ഹൃദയം ഓശാന പാടണമെന്ന്. നമുക്കറിയാം, വാതിലുകളെ ശിരസുയർത്തുവിൻ, കവാടങ്ങളെ തുറക്കുവിൻ, ഇതാ മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു. ഓരോ ഓശാന തിരുനാളിനും അങ്ങനെ അച്ഛൻ ചൊല്ലുന്നു, വാതിൽ മുട്ടുന്നു, വാതിൽ തുറക്കുന്നു. ഒരുപാട് കൗതുകത്തോടെ നമ്മുടെ കുഞ്ഞു മനസ്സുകൾ ബാല്യം മുതലേ ആ ഓർമ്മപ്പെടുത്തലുകൾ ഇന്നും ഹൃദയത്തിൽ അടയാളമിട്ടിരിക്കുന്നു. അച്ഛൻ എന്തു പറയുന്നു? ആ പഴയ കാലങ്ങളിലെ ഊഷ്മളമായ ദൈവസ്നേഹ ബന്ധം, പ്രാർത്ഥനയുടെ അരൂപിയുടെ ആ മുന്നേറ്റം അന്നുണ്ടായിരുന്നത് പോലെ ഇന്ന് ഉണ്ടോ? എന്താണ് അച്ഛൻ്റെ കാഴ്ചപ്പാടും വിലയിരുത്തലും? തീർച്ചയായും നാം ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ സംസാരിച്ചത്. അന്നത്തെ ഓശാന തിരുനാൾ ആഘോഷങ്ങൾ ഈ കുരുത്തോലയും കൈ പിടിച്ച് പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്കൊക്കെ ശേഷം പരസ്പരം സ്നേഹവായ്പകളോടുകൂടി സംസാരിച്ചും ഒപ്പം തന്നെ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ള ഒരു ഊഷ്മളതയുള്ള ചിന്തയോടും കൂടിയാണ് അന്നത്തെ ഓശാന ആചരണങ്ങൾ നടന്നിരുന്നത് എന്നുള്ളത് തികച്ചും വാസ്തവമാണ്. എന്നാൽ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊരു പരിവർത്തനം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നും. കാരണം തിരക്കുകൾക്കിടയിൽ ഈ കുളിർമയുള്ള കുരുത്തോലയുടെ ചിന്തകളും അതിൻ്റെ ആത്മീയ വശങ്ങളും ഹൃദയത്തിലേക്കൊന്ന് ആർജിച്ചെടുക്കാൻ, ധ്യാനിക്കാൻ നേരം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഓല വാങ്ങിക്കണം, വീട്ടിലേക്ക് മടങ്ങിപ്പോകണം, അതൊരു ചടങ്ങായി മാത്രം ഇന്ന് അല്പം തരംതാണു പോകുന്നുണ്ടോ എന്നൊരു സംശയം. അത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാകാം. അതിനെ ഒരു ആത്മീയ ആഘോഷമാക്കാനും അതുവഴി ക്രിസ്തു ദൈവപുത്രനാണ്, അവിടുന്ന് ഏകരക്ഷകനാണ് എന്ന് ഓരോ അധരത്തിലൂടെ പ്രഖ്യാപിക്കുവാനുമാണ് ഓശാന തിരുനാൾ ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രസക്തി നേടേണ്ടത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. പ്രിയമുള്ളവരെ, വളരെ ചിന്തനീയമായ കാര്യമാണ് അച്ഛൻ നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, എവിടെയോ നഷ്ടമായിരിക്കുന്നു പഴയ ഊർജവും പഴയ തീഷ്ണതയും. എന്നാൽ ബോധപൂർവം ഭക്തിയാദരവോടെ ഒരു വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും തീരുമാനമെടുക്കാം, ഏറ്റവും വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ഓശാനയുടെ ഊഷ്മളതയോടെ നമ്മുടെ ഹൃദയമൊരുക്കി ആ നല്ല ദൈവത്തിൻ്റെ പെസഹായുടെയും പാടുപീടകളുടെയും ഒക്കെ ഓർമ്മച്ചാർത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ അനുതാപത്തോടെ ഏറ്റുവാങ്ങി മുന്നേറുമ്പോൾ അടുത്ത ഗാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഹൃദയവും ഓശാന പാടട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, അവിടുത്തെ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ച് സ്നേഹാരാധനകൾ നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേരാം, ഈ ഗാനം ശ്രവിക്കാം. ദൈവത്തിൻ പുത്രനായി ദാവീദിൻ സൂനുവായി മണ്ണിൽ പിറന്നവനേ ഹോശാന. ദൈവത്തിൻ പുത്രനായി ദാവീദിൻ സൂനുവായി മണ്ണിൽ പിറന്നവനേ ഹോശാന. ഹോശാന 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 ഹോശാന.
ജെറുസലേം വീതിയിൽ ആർത്തുപാടിയ ആ ഗാനം ഞങ്ങളിന്ന് ഏറ്റുപാടാം. ജെറുസലേം വീതിയിൽ ആർത്തുപാടിയ ആ ഗാനം ഞങ്ങളിന്ന് ഏറ്റുപാടാം. ഒലിവിന്റെ ചില്ലകൾ വീശി വീശിയും ആ ഗാനം ഞങ്ങളിന്ന് ഏറ്റുപാടാം. ഒലിവിന്റെ ചില്ലകൾ വീശി വീശിയും ആ ഗാനം ഞങ്ങളിന്ന് ഏറ്റുപാടാം. ദൈവത്തിൻ പുത്രനായി ദാവീദിൻ സൂനുവായി മണ്ണിൽ പിറന്നവനേ ഹോശാന. ദൈവത്തിൻ പുത്രനായി ദാവീദിൻ സൂനുവായി മണ്ണിൽ പിറന്നവനേ ഹോശാന. ഹോശാന, ഹോശാന, പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടു ദാവീദിൻ്റെ പുത്രന് ഓശാന. ഓരോ ഓശാന വിളികളും ഓശാന അനുഭവങ്ങളും ഒരു ധ്യാനമായി മാറണം. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഓശാന വിളികൾ കേൾക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാനാകണം. അല്ലാതെ ഒരു പക്ഷേ നമ്മൾ മതിമറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കല്ല, മറിച്ച് ദൈവമേ അങ്ങേക്ക് നന്ദി. കാരണം ദാവീദിൻ്റെ പുത്രനെ, ദൈവത്തിൻ്റെ പുത്രനെ, രാജാതിരാജനെ എന്നൊക്കെ വിളിച്ച് ഓശാന പാടിയപ്പോഴും ഈശോയുടെ ഹൃദയം അകമഴിഞ്ഞ് ആനന്ദിച്ചില്ല. കാരണം മനുഷ്യൻ എന്താണെന്ന് ഈശോ അറിഞ്ഞിരുന്നു. ആയതിനാൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ആ ഈശോയുടെ ശാന്തതയോടെ, എളിമയോടെ, താഴ്മയോടെ ഹൃദയമൊരുക്കി നമുക്കായിരിക്കാം. ആ ഓശാന നമ്മളെ ഓർമ്മപ്പെടുത്തട്ടെ. എപ്പോഴും ശാന്തതയിൽ ഓരോ സ്തുതി വചനങ്ങൾ കേൾക്കുമ്പോഴും, സ്തുതിവാക്കുകൾ കേൾക്കുമ്പോഴും അവിടെയെല്ലാം ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്കാകട്ടെ. പ്രിയ അച്ഛാ, ഈ തരുണത്തിൽ എന്താണ് ഈ പ്രേക്ഷകരോട് അങ്ങേക്ക് പറയാനുള്ള സന്ദേശം? ഓശാനയുടെ ഒരു ആത്മീയ സന്ദേശം അത് ജീവൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത്, അതിൻ്റെ സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാനാണ്. ഈശോ മഹത്വത്തോടുകൂടി ജെറുസലേം നഗരിയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ കൂടി നിന്ന ആ ജനഹൃദയങ്ങൾ മുഴുവൻ പലതരത്തിലുള്ള ചിന്താഗതികളിലൂടെയാകാം ഈശോയെ മഹത്വപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഓശാന പാടിയത്. രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുക, ചിലപ്പോൾ ആത്മീയ ശക്തി കണ്ടെത്തിയവർ ഒക്കെയുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈശോയെ വ്യക്തിപരമായി ഹൃദയത്തിൽ അറിഞ്ഞ് അവിടുന്ന് നമ്മുടെ സർവസ്വവുമാണെന്നും രക്ഷയാണെന്നും കൃപാദാതാവാണെന്നും അവിടുന്നിലൂടെ അല്ലാതെ എനിക്ക് വഴിയില്ല, സത്യത്തെ തിരിച്ചറിയാനുള്ള സാധ്യതകളില്ല, എനിക്ക് ആ ജീവനിൽ ശക്തി പ്രാപിക്കാനുള്ള അവസരങ്ങളില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തുക. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള ഓശാന പാടുന്നത് എന്ന് തോന്നുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലും ജീവൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ശൈലി, അത് ആത്മീയ പക്വതയോടെ ആർജിക്കുക എന്നുള്ളതാണ് ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ഓശാന ആചരണങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വെല്ലുവിളി എന്ന് തോന്നുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഹൃദയമൊരുക്കാം. വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് അരുളി ചെയ്ത ആ ഈശോ എഴുന്നള്ളുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്,
രാജാതിരാജനായി നമുക്ക് ജീവനുണ്ടാകുവാൻ, അത് സമൃദ്ധമായി ഉണ്ടാകുവാൻ, നമ്മുടെ ജീവിതങ്ങൾക്ക് അർത്ഥമുണ്ടാകുവാൻ ഈശോ മാത്രമേ ഉള്ളൂ. ആയതിനാൽ ഈ ഓശാന ഞായറും തുടർന്നു വരുന്ന പെസഹായുടെ ധന്യതയും ദുഃഖവള്ളിയുടെ നെടുവീർപ്പുമൊക്കെ നമ്മളെ നയിക്കട്ടെ. പ്രാർത്ഥനയുടെ ദിനങ്ങളായി, അനുതാപത്തിൻ്റെ ദിനങ്ങളായി, കൂടുതൽ പാപബോധത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഹൃദയനിറവായി നമ്മുടെ ഹൃദയനിലങ്ങൾ ഒരുങ്ങട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ സ്നേഹ ആശീർവാദത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ജെറുസലേമിലേക്ക് മഹത്വപൂർണനായി കടന്നു വന്നത് ഒരു കഴുതയുടെ പുറത്തിരുന്നാണല്ലോ. വിനയാന്യതനായ അങ്ങയുടെ ആ മാതൃക ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് കൂടുതൽ ശക്തി പകരട്ടെ. അങ്ങാണ് ഞങ്ങളുടെ ശക്തി എന്ന് തിരിച്ചറിയുമ്പോഴാണ് അങ്ങയെ കൂടുതൽ മഹത്വപ്പെടുത്താൻ ഞങ്ങളുടെ ആത്മാവിന് സാധിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ മഹത്വത്തിൻ്റെ മുൻപിൽ വിനയത്തോടെ, വിശുദ്ധിയോടെ, അങ്ങയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങളോടെ ആയിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കയ്യിലേന്തേണ്ട കുരുത്തോല അതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഞങ്ങളെ എപ്പോഴും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണേ, നിറയ്ക്കണേ, ശക്തിപ്പെടുത്തണേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവത്തിൻ പുത്രനായി ദാവീദിൻ സൂനുവായി മണ്ണിൽ പിറന്നവനെ